മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും അല്ല ഇതിനു മാത്രം കഴിവ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എപ്പോഴും യഥേഷ്ടം എങ്ങനെ ഉപയോഗിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒക്കെ ഒരു മർമ്മം. അപ്പൊ കഴിവ് കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തു ആകാലോ. ഒരാളെ ജീവിപ്പിക്കാം, ഒരാളെ മരിപ്പിക്കാം, ഒരാളെ മരിപ്പിച്ചുകാണ്ട് അപ്പം തന്നെ ജീവിപ്പിക്കാം, രോഗിയായി കിടക്കുന്ന രോഗം മാറ്റിക്കൊടുക്കാം. ഒരാളിങ്ങനെ വരുമ്പോഴേക്കനാ നീ വന്നത് ഇന്ന കാര്യത്തിനല്ലേ എന്ന് അയാളെ കണ്ടപാട് പറയാ. എന്തിനു കഴിയുന്നല്ലേ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല. അള്ളാന്റെ കഴിവ് ആർക്കും കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ കഴിവ് ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ റബ്ബിനാകുന്നു സർവസ്തുതിയും എന്ന ആയത്ത് അള്ളാഹു ശിർക്ക് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്ന് വാദിക്കേണ്ടി വരും. കാരണം എന്താ? ലോകം എന്നത് സൃഷ്ടികളാണ്. ലോകമല്ലാത്ത ഒരേ ഒരു ശക്തി അല്ല മാത്രമാണ്. ആ റബ്ബിന്റെ കഴിവിനെ ഔലിയാക്കൾക്ക്, അമ്പിയാക്കൾക്ക്, ജിന്നുകൾക്ക്, മലക്കുകൾക്ക്, മരങ്ങൾക്ക്, സസ്യങ്ങൾക്ക്, ജന്തുക്കൾക്ക്, പ്രാണികൾക്ക് അല്ല കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ആയത്ത് മുതൽ ഇങ്ങോട്ട് നമ്മൾ മറുപടി കണ്ടെത്തേണ്ടി വരും. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അല്ലാഹ്ക്ക് നിങ്ങൾ സമന്മാരെ തുല്യരെ ഉണ്ടാക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുക. അതേ അല്ല പറയാ, കുട്ടികൾ ഉണ്ടാക്കാനുള്ള കഴിവ്, രോഗം മാറ്റാനുള്ള കഴിവ്, ജീവിപ്പിക്കാനുള്ള കഴിവ്, മരിപ്പിക്കാനുള്ള കഴിവ് നബിക്ക് കൊടുത്തു, ഔലിയാക്കൾക്ക് കൊടുത്തു, ഇഷ്ടദാസന്മാർക്ക് കൊടുത്തു. ഞാൻ കാണുന്ന പോലെ അവർ കാണും, ഞാൻ കേൾക്കുന്ന പോലെ അവർ കേൾക്കും. അങ്ങനെ ഒരു വിശ്വാസമാണെങ്കിൽ എങ്ങനെ സഹോദരങ്ങൾ ഇത് ഒത്തുപോകുക? അപ്പൊ അങ്ങനത്തെ ഒരു കഴിവില്ല. ഈ വാദം എന്ത് ചെയ്തു? ഒരു നൂറ്റാണ്ടായപ്പോഴേക്ക് സമസ്തയെ വല്ലാതെ കുഴക്കി, തളർത്തി, എന്തും വിളിച്ചു പറയാൻ തുടങ്ങി. പ്രത്യേകിച്ച് CM മടവൂരിന്റെ വിഷയത്തിൽ എന്തും പറയാമെന്നായി. അങ്ങനെ പറഞ്ഞ് അവസാനം ഞാനാണ് മുദബ്ബിറുൽ ആലം, ഞാൻ ലോകം നിയന്ത്രിക്കുന്ന ആളാണ്, അന കുത്തുബുൽ ആലം, ഞാൻ ലോകം നിയന്ത്രിക്കുന്ന ആളാണ്. അത് മാത്രമല്ല എന്തിനും എനിക്ക് കഴിയുന്നതാണ്. അപ്പൊ ഇത് കാന്തപുരം മുസ്ലിയാർ അവതാരികതയോടെ ഒരു സഖാഫി എഴുതിയ CM മടവൂർ മൗലിദാണ്. ഇതിലെ ഓരോ വരികളിലും ഒളിഞ്ഞു കിടക്കുന്ന അപകടം എത്ര വലുതാണ്. കേൾക്കുക. വല അൻതദുത്തംകീനി വത്തസ്രീഫി ഫിൽ കൗനി ബിത്തദ്ബീരി ഖുതുബൽ ആലമീ, ഈ പ്രപഞ്ചത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, ഓരോരുത്തർക്കും ആവശ്യമായ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന ഖുതുബൽ ആലമാണ് നിങ്ങൾ. അതിന്റെ കൊടുത്ത കഴിവാണ്. അതുകൊണ്ട് കഴിഞ്ഞില്ല. പിന്നെയോ അഹിയൈത മൈതൻ ബിൽ കറാമത്തി മുഅലിന, ഡോക്ടർമാര് പാമ്പ് കടിയേറ്റ് ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞു. അയാളെ എന്ത് ചെയ്തു? കൊടുത്ത കഴിവ് എന്നുള്ള കറാമത്ത് ഉപയോഗിച്ച് മടവൂർ വലി ജീവിപ്പിച്ചു എന്നാണ്. ഡോക്ടർമാർ പറഞ്ഞു ഇയാൾ മരിച്ചു. അയാൾ ആര് ജീവിപ്പിച്ചു? മടവൂർ ജീവിപ്പിച്ചു. തീർന്നില്ല. അൻതസ്സമീഉ ലിഖാലിനാ ബൽ മുബ്സിർ അഹ്വാലനാ ഫൽലുത്ഫ ഖുതുബൽ ആലമീ, നിങ്ങൾ എല്ലാം കേൾക്കുന്ന ആളാണ്, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നു, ഞങ്ങളെ അവസ്ഥകൾ കാണുന്നു, ഖുതുബൽ ആലമാണ്. എന്തൊക്കെ വരികളാണ്! അൽ ഗൗസ സുമ്മൽ ഗൗസ സുമ്മൽ ഗൗസ യാ മൻ കുൻത കൗഫൽ കുല്ലി ഖുതുബൽ ആലമീ. ഗൗസ് ഗൗസ് ഗൗസ്, സഹായി സഹായി സഹായി. എന്തൊക്കെയാണ് എഴുതി വിട്ടത്! എത്ര വരികളാണ് ഇതിൻ്റെ അകത്തുള്ളത്! അപ്പൊ ഇതെല്ലാം കൊടുത്ത കഴിവ് എന്നതിൽ നിന്നാണ് ഇതൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത്. ഇപ്പൊ അവസാനം എന്ത് ചെയ്തു? പറഞ്ഞ് പിടുത്തം വിട്ട് അല്ലാ എന്നിടത്തേക്ക് വരെത്തി. അനല്ലാ, ഞാനാണ് അല്ലാ. കാരണം എന്താ അറിയോ? ഞാനാണ് അല്ലാ എന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ നൂറ് അതിങ്ങനെ പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിങ്ങനെ വന്ന്, പിന്നെ അലി റളിയല്ലാഹുവിലൂടെ വന്ന്, അങ്ങനെ എല്ലാ ഔലിയാക്കളിലൂടെയും വന്ന് ഇപ്പൊ അവസാനം മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട CM മടവൂരിലേക്കും ആ പ്രകാശം എത്തിയിട്ടുണ്ട്. അള്ളാന്റെ നൂറ് അവിടെ എത്തി. അപ്പൊ അള്ളാന്റെ നൂറ് എത്തി പറഞ്ഞ പിന്നെ അനല്ലാന്ന് പറയാൻ എന്താ പണി? അനല്ലാന്ന് പറയാ പിന്നെ പണിയുണ്ടോ? ഇല്ല. അത് പ്രസംഗിക്കാണ് ഇവര്, അത് എഴുതി വിടാണ് ഇവര്, അത് പാട്ടായി വരികയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു? നമ്മുടെ പേരോട് മുസ്ലിയാർ വീണ്ടും കൊടുത്ത കഴിവ് എന്നൊരു സംഗതി ഇല്ല എന്നിടത്തേക്ക് എത്തി. അതൊരു മാറ്റാണ്. ആ മാറ്റത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു, കൈയടിച്ച് സ്വീകരിക്കുന്നു. പക്ഷെ എങ്ങനെ വേണം? ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചൊരു തിരുത്തണം. എഴുതിക്കൂട്ടിയത് മുഴുവനും വാരിക്കൂട്ടി കത്തിച്ചു കളയണം. കേൾക്കൂ, അദ്ദേഹത്തിന്റെ മാറ്റം ഒന്ന് കേൾക്കൂ. എൻ്റെ ചില പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്. മുഅ്തസിലത്തിന്റെ ആശയം, ഖദരിയ്യത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്,
ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സിദ്ധികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. അള്ളാഹു കൊടുക്കുന്ന കഴിവ് കേട്ടല്ലോ. കൊടുത്ത കഴിവ് എന്നുള്ളത് ബിദ്അത്തുകാരുടെ ആശയാണ്. കൊടുക്കുന്ന കഴിവ് എന്നാണ് വേണ്ടത്. അപ്പൊ ആരാ പ്രതിവിടെ? ഇതുവരെ ഖുർആനും ഹദീസും ഓതി വഅദ് പറഞ്ഞ നമ്മൾ പ്രതികൾ. ജാറത്തിലും അക്ബറിലൊക്കെ പോയി ചിർക്ക് ചെയ്ത് സുജായിയായി നടന്ന പോലെ നല്ല വിശുദ്ധരും. എത്ര പെട്ടെന്നാണ് ഈ കാലുമാറ്റം, ഈ കളം മാറ്റം. അപ്പൊ അവിടെ നമ്മൾ ഈ പുസ്തകം തന്നെയാണ് പലതും കൊടുക്കാണ്ട്. പക്ഷെ ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പുസ്തകം കൊടുക്കണം എന്താ അറിയോ? ഉസ്താദാണല്ലോ. അപ്പൊ ഉസ്താദിനാണ് പേച്ചതെങ്കിൽ ശിഷ്യം പറയട്ടെ. അതുകൊണ്ടാണ് ഇതന്നെ കാണിച്ചു കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ മറുപടി ഉസ്താദ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ ഔലിയാക്കൾക്ക് കഴിവ് കൊടുത്തതിനെ പറ്റിയൊരു അധ്യായമുണ്ട്, മഹാത്മാക്കളുടെ കഴിവുകൾ, 465 പേജിൽ. ആ ചർച്ചയുടെ അവസാനം എന്താണെന്നറിയോ? അതിൻ്റെ ഏറ്റവും അവസാനമാണ്, ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് അമ്പിയ ഔലിയാക്കളാകുന്ന മഹാന്മാരുടെ കാഴ്ച, കേൾവി തുടങ്ങിയ കഴിവുകൾ തികച്ചും അസാധാരണമാണെന്നും അതുകൊണ്ട് തന്നെ സാധാരണക്ക് വിരുദ്ധമായി ഒരേ സമയത്ത് തന്നെ വളരെ അകലെ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിളികൾ അവർക്ക് കേൾക്കാനും ഗ്രഹിക്കാനും പരിഹരിക്കാനും കഴിയുമെന്നും ഈ കഴിവ് കേട്ടോളിട്ടോ, ഈ കഴിവ് അള്ളാഹു അവർക്ക് ഔദാര്യമായി കൊടുത്തതാണെന്നും സ്പഷ്ടമായി. മലയാള ഭാഷയിൽ സ്പഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇനി ഇത്രയും നല്ലൊരു സാഹിത്യം വേറല്ല. സ്പഷ്ടായി. ഇനി ആർക്കും തർക്കം വേണ്ട. കൊടുത്ത കഴിവാണ്. അകലുള്ളതും അടുത്തുള്ളതും എന്തും കേൾക്കാനും കാണാനും മരിച്ചാലും ജീവിച്ചിരുന്നാലും ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും കൊടുത്ത കഴിവ് എന്നാണ്. ഇനി ഇതിൽ വായിക്കാണ്ട് പണ്ഡിതന്മാരുടെ ഷിയാ സൂഫി ആശയങ്ങൾ നിറച്ച ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് എഴുതിയത് വായിക്കാണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ ഒളിച്ചോടാൻ നോക്കിയിട്ട് കാര്യമില്ല, നാടകം കളിച്ചിട്ട് കാര്യമില്ല. ഇവിടെയാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശ നിലപാടും പ്രമാണ വ്യക്തതയും സമൂഹം മനസ്സിലാക്കേണ്ടത്. നമുക്കിതുവരെ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക്, സഹായതേട്ടം അല്ലാഹു അല്ലാത്തവർക്ക്, ഇടതേട്ടം അല്ലാഹു അല്ലാത്തവരെ അല്ലാഹു നിഷിദ്ധമാക്കപ്പെട്ട വഴിയിലൂടെ ജാറങ്ങൾ മഖബറകൾ സ്വീകരിച്ച് ആണ്ട് ഉറൂസ് കാര്യങ്ങൾ ചെയ്ത് പോകേണ്ട ഒരവസ്ഥ, അങ്ങനത്തെ ഒരു ദുർഗതി നമുക്കില്ല. എന്തുകൊണ്ട്? അല്ലാഹ് എന്ന് വിളിച്ചാൽ മതി, റബ്ബേ എന്ന് വിളിച്ചാൽ മതി. ഇങ്ങനെ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് നിലപാടുറപ്പിക്കാതെ വിറച്ചു നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല.